ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ചില കാരണങ്ങളാൽ എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല സമയക്കുറവ് ഒരു പ്രശ്നമായിരുന്നു. അതുപോലെ തന്നെ കുറച്ച് പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ഓരോ സജഷൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ഈ വീഡിയോ ചെയ്യാമോ, ആ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞാൽ പറഞ്ഞ് വരുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മൾ ആ വീഡിയോസ് ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ അവരങ്ങനെ ചോദിക്കുന്നത്. എന്തായാലും അവരുടെ സജഷൻസ് ഒക്കെ എടുത്തിട്ട് അതിനനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. സോ നമുക്ക് അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. സോ ഇന്നത്തെ ടോപ്പിക് ഈസ് ഓൾ അബൌട്ട് ഹാൻഡ് ആൻഡ് നെയിൽ കെയർ ആണ്. സോ ഡീപ്പായിട്ട് പോകുന്നതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. അതിനുശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ എപ്പോൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്താലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. സോ സമയം കളയാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നമ്മുടെ സ്കിൻ, ഹെയർ, ഫേസിനൊക്കെ നമ്മൾ എത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുകയും കെയർ കൊടുക്കുകയും ചെയ്യുന്നു, അത്രയും തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഹാൻഡ്സിനും നെയിൽസിനും കൊടുക്കേണ്ടത്. അത് മാത്രമല്ല, നിങ്ങളുടെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യാൻ വളരെ നല്ല രീതിയിൽ അത് സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ, എസ്പെഷ്യലി പബ്ലിക് ഗ്യാതറിങ്സിനോ ഫംഗ്ഷൻസിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ പോകുന്നത് ഫിസിക്കൽ അപ്പിയറൻസ് തന്നെയാണ്. സോ നമ്മൾ കുറച്ച് ടിപ്സ് ഒക്കെ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പറ്റും. സോ നമുക്ക് ആ ടിപ്സ് എന്താണെന്നൊക്കെ നോക്കാം. ടിപ്പ് നമ്പർ 1, കട്ട് യുവർ നെയിൽസ് ആൻഡ് ഗീവ് ദം പ്രോപ്പർ ഷേപ്പ്. നമ്മുടെ നഖമൊക്കെ പലതും പല ഷേപ്പിലൊക്കെ ആയിരിക്കുമ്പോഴത്തേക്കും അതൊരു അഭംഗി പോലെയാണ്. സോ എപ്പോഴും നമ്മുടെ നഖം എല്ലാം ഒരേ ലെവലിലാക്കി കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. ഒന്നെങ്കിൽ ഓവൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം പലതരത്തിലുള്ള ഷേപ്സ് ഒക്കെ അവൈലബിൾ ആണ്. മീൻസ് ഷേപ്സ് ഒക്കെ ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. സോ ഞാൻ ബേസിക്കലി ചൂസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു സ്ക്വയർ ടൈപ്പ് ഷേപ്പാണ്. ചിലർ ഓവൽ ഷേപ്പിലും ആക്കി വെക്കാറുണ്ട്. അപ്പം നല്ല ഭംഗിയിൽ സൂക്ഷിക്കുക. നമ്പർ 2, ക്ലീൻ യുവർ നെയിൽസ് എവറി ഡേ. നമ്മൾ നെയിൽസ് എന്ന് പറയുന്നത് നമ്മൾ അറ്റ്മോസ്ഫിയറോട്ട് എക്സ്പോസ്ഡ് ആണ്. അപ്പം ഒത്തിരി നമുക്ക് കാണാൻ പറ്റാത്തതായിട്ടുള്ള ഡസ്റ്റും ഡേർട്ട് പാർട്ടിക്കിൾസും ഒക്കെ നമ്മുടെ ഈ ക്യൂട്ടിക്കിൾസിലൊക്കെ എൻ്റർ ചെയ്തിരിക്കാറുണ്ട്. സോ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു ടൂത്ത് പിക്ക് കൊണ്ട് ഡെയിലി കുളിക്കുന്ന സമയം അല്ലെങ്കിൽ ഹാൻഡ്സ് വാഷ് ചെയ്യുന്ന സമയം ജസ്റ്റ് ഒന്ന് അതുകൊണ്ട് വൈപ്പ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. സോ അഴുക്ക് കയറി അടഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വരാറുണ്ട്. മാത്രമല്ല, ഇതെടുത്ത് കളയുകയാണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ ഒരു കെയർ കൊടുക്കാനായിട്ട് പറ്റും. ടിപ്പ് നമ്പർ 3, മോയ്സ്ചറൈസേഷൻ നെയിൽസിന് മാത്രമല്ല, നമ്മൾ കംപ്ലീറ്റ് ഹാൻഡ്സിനും അപ്ലൈ ചെയ്യാം. നമുക്ക് എങ്ങനെയാണോ ഫേസിന് കൊടുക്കുന്നത് അതേ രീതി തന്നെയാണ്. ഏറ്റവും ബെറ്റർ നമ്മൾ വീട്ടിൽ തന്നെ അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് യൂസ് ചെയ്തുകൊണ്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നതാണ്. അതിൽ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള വെളിച്ചെണ്ണ, ഒലിവ് ഓയിൽ അതൊക്കെ തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഹാൻഡിലും സ്ക്രബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഷുഗർ വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണോ ലിപ്സൊക്കെ സ്ക്രബ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഷുഗർ വെച്ചിട്ട് നല്ല രീതിയിൽ ഈ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലവണ്ണം ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. റൊട്ടേഷനൊക്കെ കൊടുത്തിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഒരു ഹാൻഡ് ക്രീമോ അല്ലെങ്കിൽ ജസ്റ്റ് ആ ഒരു തണുത്ത വെള്ളത്തിലൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹൈഡ്രേറ്റഡും പ്ലംപി ആയിട്ടുള്ള ഹാൻഡ്സും നെയിൽസും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്കൊരു ഹാൻഡ് ക്രീമോ അല്ലെങ്കിൽ അലോവേറ ജെല്ലോ തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ മോയ്സ്ചറൈസ് ചെയ്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ സൂക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ യൂസ് ചെയ്യുന്ന നെയിൽ പോളിഷ് നിങ്ങൾക്ക് ബെയർ നെയിൽസുമായിട്ടും ഇടാം. ബെയർ നെയിൽസ് നിങ്ങൾ കീപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത്രയും ക്ലീൻ ആയിട്ട് തന്നെ കീപ്പ് ചെയ്യുക. അതായത് എവറി ഡേ നമ്മൾ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും അഴുക്കൊക്കെ നമ്മുടെ നഖത്തിനിടയിൽ പറ്റി പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. നെയിൽ പോളിഷ് ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു സ്കിൻ ടോൺ ആപ്റ്റ് ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് തന്നെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ സ്കിൻ ടോൺ ആപ്റ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അതൊരു അഭംഗിയായിരിക്കും ഇടുന്നത്. മീൻസ് അങ്ങനെ നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഞാൻ മിക്കപ്പോഴും ഇങ്ങനത്തെ ന്യൂഡ് ഷെയ്ഡ്സാണ് ചൂസ് ചെയ്യാറ്. സോ ഞാൻ ഭയങ്കര കംഫർട്ടബിളാണ് അതിൽ. പിന്നെ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ നെയിൽസിൽ നമുക്ക് ഓർണമെൻറ്റ്സ് പെയർ ഓഫ് സിമ്പിൾ റിങ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ ഹാൻഡിൻ്റെ എലഗൻസ് കുറച്ചുകൂടെ ഉള്ളു. അതേപോലെ തന്നെ നമ്മുടെ വാച്ചസ് ഒക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ ഒരു സിമ്പിൾ വാച്ച് തന്നെ മതി നമ്മുടെ ആ ഒരു ഹാൻഡിൻ്റെ നെയിൽസിൻ്റെ ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട്.
പിന്നെ ഫാൾസ് നെയിൽസ് വെക്കുന്നവരുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഫാൾസ് നെയിൽസ് എന്ന് പറയുന്നത് വെക്കുന്നത് ഭയങ്കര പ്രൈസ്ഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. സോ നിങ്ങൾക്ക് അഥവാ ഫാൾസ് നെയിൽസ് യൂസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിൽ തന്നെ സോഷ്യൽ മീഡിയ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും എല്ലാം ലഭ്യമാണ് ഈ ഒരു ഫാൾസ് നെയിൽസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാറ്റേൺ വാങ്ങിച്ചിട്ട് ഒക്കേഷണലി നിങ്ങൾക്ക് പെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ നെയിൽസിൻ്റെ കൂടെ. സോ അല്ലാണ്ട് നെയിൽ ഫിക്സിങ് അങ്ങനെ ചെയ്യുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. പിന്നെ രാത്രി കിടക്കുന്നതിന് മുന്നായിട്ട് നിങ്ങളുടെ ഹാൻഡ്സ് നല്ലപോലെ വാഷ് ചെയ്യുക. അതിന് ശേഷം ഒരു നൈറ്റ് ക്രീമോ നിങ്ങളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ തന്നെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കിടക്കുകയാണെങ്കിൽ അത്രയും ഹൈഡ്രേഷൻ ആയിരിക്കും നമ്മുടെ നെയിൽസിനും ഹാൻഡ്സിനും ഒക്കെ കിട്ടുന്നത്. സോ ഇതൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ള ചെറിയ ചെറിയ പൊടിക്കൈകൾ. അത് വീട്ടിൽ തന്നെ, വെളിയിൽ നിന്നും ഞാനങ്ങനെ പോയി പെഡിക്യൂറോ അങ്ങനെ മാനിക്യൂറോ ഒന്നും ചെയ്യാറില്ല. ഇപ്പം ഹാൻഡ്സിനായാലും ഫുട്ടിനായാലും അങ്ങനെ ചെയ്യാറില്ല. സോ വീട്ടിൽ തന്നെയുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ എല്ലാം ചെയ്യാറാണ് പതിവ്. സോ ഈ ഒരു ടിപ്സ്, ഞാൻ പറഞ്ഞ ടിപ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് മൈ വീഡിയോ. ഓൾസോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഷെയർ ആൻഡ് കമൻറ്റ്. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ആൻഡ് ബൈ.